ഇടവഴിയിലൂടെയുള്ള യാത്ര അവസാനിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ വീടിനടുത്തൊരു തോടുണ്ട്. അപ്പോൾ ആ തോട്ടിലോട്ടുള്ള വഴിയാണിത്. അപ്പോൾ തോട്ടിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. 3, 4, 5 മാസമായിട്ട് നമുക്കിവിടെ വേനലായിരുന്നു. വേനലായതുകൊണ്ട് തന്നെ തോടെല്ലാം വറ്റി വരണ്ട് കിടക്കുമായിരുന്നു. ഇപ്പം മഴ തുടങ്ങി ജൂൺ മാസമായതോടെ അപ്പോൾ തോടിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോട് കവിഞ്ഞൊഴുകും. നമ്മളിപ്പം മഴ തോർന്ന് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ തോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ സൗണ്ടാണ്. നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല വ്യക്തമായിട്ട് വെള്ളം ഇരച്ച് പൊന്തി പോകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് വെള്ളം ഇരച്ച് തുള്ളി വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടാണ്. നമുക്ക് വ്യക്തമായിട്ടത് കേൾക്കാം. പാറക്കൂട്ടങ്ങളിൽ തട്ടി ഇങ്ങനെ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ പതഞ്ഞ് പൊന്തിയാണ് വരുന്നത്. അപ്പം പാല് പോലെ വെള്ളം ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ തോട്ടിൽ ഇപ്പോൾ വെള്ളം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ഏരിയയിൽ വേനൽ നന്നായിട്ട് ബാധിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു കേട്ടോ. ഡിസംബർ ലാസ്റ്റ് ആയതോടെ തോട് വറ്റി തുടങ്ങിയിരുന്നു. വേനൽ നന്നായിട്ട് ബാധിച്ച് പാറക്കൂട്ടങ്ങളെല്ലാം തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ വെള്ളമൊന്നും ശകലം പോലും ഇല്ലായിരുന്നു. മൊത്തത്തിൽ വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. വെള്ളം കാണാൻ പോകുന്ന ആഹ്ലാദത്തിലായിരുന്നു കുട്ടികളും. അവർ മുമ്പേ തന്നെ ചാടിക്കൂട്ടി ഇറങ്ങി വെള്ളം കാണാൻ പോകുന്ന സന്തോഷത്തിൽ അവർ മുന്നേ നടന്നു പോവുകയാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെയും വെള്ളം ഇങ്ങനെ പൊന്തി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു നിരന്ന പാറക്കൂട്ടമാണ്. ആ പാറക്കൂട്ടത്തിലൂടെ നടന്ന് വേണം നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടാൻ. ഇപ്പോൾ ആ ഭാഗത്തൊന്നും വീടുകളൊന്നുമില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ അക്കരെ ഭാഗത്ത് വീടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ വീടൊന്നുമില്ല. ഇപ്പോൾ പാലം അന്ന് അവിടെ വീടുണ്ടായിരുന്നവർക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു, അക്കരെ പോകാൻ വേണ്ടി. ഇപ്പോൾ ആ ഭാഗത്ത് വീടില്ല. ഇപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ അത് കണ്ട് കുറേ നേരം ആസ്വദിച്ച് നിന്നു. കുട്ടികൾക്കും അത് വളരെ ഇഷ്ടമായി. നമ്മളിപ്പം തോടിൻ്റെ അടുത്ത് നിൽക്കുന്നെങ്കിലും നല്ല സൗണ്ടാണ്. നല്ല ഇരപ്പിലാണ് വെള്ളം കുതിച്ച് പൊന്തി പോകുന്നത്. നമ്മൾ കുട്ടിക്കാലം മുതലേ ഈ വെള്ളച്ചാട്ടം കണ്ടാണ് വളർന്നത്. എന്നാലും വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ തോട്ടിൽ വെള്ളം വന്നെത്തുന്നതും അത് കാണാൻ അങ്ങോട്ട് കുട്ടികളുമായിട്ടൊക്കെ പോകുന്നതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം 2, 3 മാസം തോട് ഉണങ്ങി വെള്ളമൊന്നും ഇല്ലാതെ സൗണ്ടും ഒന്നും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾ അവിടെയൊക്കെ കണ്ട് പാറയാണ് മൊത്തവും, കുന്നും പാറയും മരങ്ങളും തോടും കിളികളെ സൗണ്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ട് നിൽക്കാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോണ വഴിയാണ് പുളി ഇങ്ങനെ കാച്ച് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ പിഞ്ച് പുളിയാണ്. അപ്പോൾ അതിങ്ങനെ പറിച്ച് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ കുട്ടികളത് കണ്ടിട്ട് അത് പറിക്കണം എന്ന് പറഞ്ഞ് ബ്രഹ്മക്കുട്ടൻ അത് വേണമെന്ന് പറഞ്ഞ് ബ്രഹ്മു അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് പറിച്ച് അതിങ്ങനെ നുള്ളിയെടുക്കുക. കൂടെ അഭിനന്ദും ഉണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ മോനാണ്. അപ്പോൾ അവനും ഞാനും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ പുളിയൊക്കെ പറിച്ച് ഇങ്ങനെ കഴിച്ച് ആസ്വദിച്ച് തോട്ടിലെ വെള്ളമൊക്കെ കണ്ട് തിരിച്ച് മടങ്ങുമ്പോഴാണ് ഈ പൂ കണ്ടത്. ഈ പൂ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് കളിക്കുന്ന സമയത്ത് അതിൻ്റെ പൂവ് ഇങ്ങനെ പറിച്ച് വിരലിലിട്ട് കളിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്രഹ്മവും ആ പൂ പറിച്ച് വിരലിലിട്ടു. അവ സന്തോഷത്തോടെ നിൽക്കുകയാണ് ആ പൂ കയ്യിൽ കിടക്കുന്നതിൽ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി തോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് കുട്ടികൾക്ക് സന്തോഷമായി നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണിത്.